ഫ്രണ്ട്സ്, ഏവർക്കും HM ഗൈഡൻസിലേക്ക് സ്വാഗതം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. 2015 ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷനിൽ നിന്നും വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സെക്ഷൻ 48 ജനറൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഒഫൻസസ്. ഇവിടെ പറയുന്നത് ഒരു പേഴ്സൺ താഴെ പറയുന്ന ഏതെങ്കിലും ഓപ്പറേഷൻസ്, അതായത് ഇവിടെ പറയുന്ന ഈ ABCD ഇതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഒരു ഫുഡ് മെറ്റീരിയൽസിൽ നടത്തുകയാണെങ്കിൽ ആ ഫുഡ് ഹെൽത്തിന് ഇൻജൂറിയസ് ആയിട്ട് മാറും, അതായത് ശരീരത്തിന് ഹാനികരമായിട്ട് മാറും എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അത് ഏതൊക്കെ കാര്യങ്ങളാണ്? ആഡിങ് എനി ആർട്ടിക്കിൾ ഓർ സബ്സ്റ്റൻസസ് ടു ദി ഫുഡ്, അതായത് ഫുഡിലേക്ക് എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾസ് ആഡ് ചെയ്യുക, അതുവഴി ആ ഫുഡ് ഹെൽത്തിന് ഇൻജൂറിയസ് ആയിട്ട് മാറുക. B. Using any article or substance as an ingredient in the preparation of the food, അതായത് ഫുഡിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് ഒരു ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും അൺവാണ്ടഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഹെൽത്തിന് ഇൻജൂറിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഒഫൻസ് ആയി പരിഗണിക്കുന്നതാണ്. C. Abstracting any constituent from the food, ഫുഡിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോൺസ്റ്റുവന്റ് ഒഴിവാക്കി ഫുഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഹെൽത്തിന് ഇൻജൂറിയസ് ആണ് എന്ന് കണക്കാക്കി ഒഫൻസ് ആയി കണക്കാക്കുന്നതാണ്. D. Subjecting the food to any other process or treatment, ഈ ഫുഡ് മെറ്റീരിയൽ ഇനി വേറെ എന്തെങ്കിലും പ്രോസസ്സിന് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വിധേയമാക്കി ആ ഒരു പ്രോസസ്സ് വഴി ഈ ഫുഡ് ഹെൽത്തിന് ഇൻജൂറിയസ് ആയിട്ട് മാറുകയാണെങ്കിൽ അതും ഒരു ഒഫൻസ് ആയി കണക്കാക്കാം എന്നുള്ളതാണ് ഈ സെക്ഷൻ 48 പറയുന്നത്. ഇനി എപ്പോഴാണ് ഒരു ഫുഡ് അൺസേഫ് അല്ലെങ്കിൽ ഇൻജൂറിയസ് ടു ഹെൽത്ത് ആയി പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു ഫുഡ് ഒരു ഹെൽത്തി പേഴ്സണിന് ഒരു ഓർഡിനറി ക്വാണ്ടിറ്റിയിൽ നൽകുമ്പോൾ അദ്ദേഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇൻജൂറിയസ് ടു ഹെൽത്ത് ഉണ്ടാവുന്നു എങ്കിൽ ആ ഫുഡ് അൺസേഫ് അല്ലെങ്കിൽ ഇൻജൂറിയസ് ടു ഹെൽത്ത് ആയി പരിഗണിക്കാവുന്നതാണ്. അല്ലാതെ ചില ഫുഡ് ചില ആളുകളിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളിൽ ഈ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഫക്റ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് കണ്ടിട്ട് ഒരിക്കലും അത് നാം ഒരു ഇൻജൂറിയസ് ഫുഡാണ് അല്ലെങ്കിൽ അൺസേഫ് ഫുഡാണ് എന്ന് വിധിക്കാൻ പാടില്ല. ഈ സെയിം ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഒരു നോർമൽ പേഴ്സണിലും ഉണ്ടാവുന്നു എങ്കിൽ മാത്രമാണ് ആ ഫുഡ് അൺസേഫ് ആയിട്ട് പരിഗണിക്കുകയുള്ളൂ. സെക്ഷൻ 49 ജനറൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു പെനാൽറ്റി. ഇവിടെ പറയുന്നത് വൈൽ അഡ്ജഡ്ജിങ് ദി ക്വാണ്ടം ഓഫ് പെനാൽറ്റി, അതായത് ശിക്ഷ വിധിക്കുന്ന സമയത്ത് എത്രത്തോളം പെനാൽറ്റി നൽകണം, എത്രത്തോളം ശിക്ഷ നൽകണം എന്ന് തീരുമാനിക്കാൻ ദ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഓർ ദ ട്രിബ്യൂണൽ, അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ ആണ് എത്രത്തോളം ശിക്ഷ നൽകണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അവർ ഇതിന്റെ ഈ ശിക്ഷ വിധിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് ഇനി താഴെ പറയുന്നത്. ദി എമൗണ്ട് ഓഫ് ഗെയിൻ ഓർ അൺഫെയർ അഡ്വാൻറ്റേജ്, അതായത് ഒരാൾക്ക് ഈ ഒരു ഒഫൻസ് കാരണം എത്രത്തോളം അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. ബി. ദി എമൗണ്ട് ഓഫ് ലോസ് കോസ്ഡ് ഓർ ലൈക്ലി ടു കോസ്റ്റ് എനി പേഴ്സൺ ആസ് എ റിസൾട്ട് ഓഫ് ദി കോൺട്രാവെൻഷൻ. കോൺട്രാവെൻഷൻ എന്നുള്ളത് കൊണ്ട് ലംഘനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നിയമം ലംഘിക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ലംഘിക്കുന്നത് കൊണ്ട് എത്രത്തോളം നാശനഷ്ടം ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബിയിൽ പറയുന്നത്. ദ റെപ്പിറ്റേറ്റീവ് നേച്ചർ ഓഫ് കോൺട്രാവെൻഷൻ, അതായത് എത്ര തവണ ഒരു പേഴ്സൺ ഇത് ലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സിയിൽ പറയുന്നത്. ഡി. വെദർ ദ കോൺട്രാവെൻഷൻ ഈസ് വിത്തൗട്ട് ഹിസ് നോളജ്, അദ്ദേഹത്തിന്റെ അറിവോട് കൂടെയാണോ ഈ കോൺട്രാവെൻഷൻ നടത്തിയിട്ടുള്ളത് എന്നാണ് ഡി പറയുന്നത്. ഈ എനി അതർ റിലവന്റ് ഫാക്ടർ, ഈ 4 കാര്യങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ റെലവന്റ് ആയിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്കോ അല്ലെങ്കിൽ ട്രിബ്യൂണൽക്കോ തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പരിഗണിച്ച് മാത്രമാണ് ഒരാൾക്ക് എത്രത്തോളം ശിക്ഷ അല്ലെങ്കിൽ പെനാൽറ്റി നൽകണം എന്നുള്ളത് ഇവർ തീരുമാനിക്കുന്നത്. ഈ ഒരു കാര്യമാണ് സെക്ഷൻ 49 പറയുന്നത്. ഒഫൻസസും അതിന്റെ പെനാൽറ്റീസും എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. സെക്ഷൻ 50 മുതൽ 60 വരെയുള്ള സെക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പൊ സെക്ഷൻ 50 പറയുന്നത് എന്താണ്? അതിൽ പറയുന്ന ഒഫൻസ് ആണ് സെല്ലിംഗ് ഫുഡ് നോട്ട് ഓഫ് ദി നേച്ചർ ഓർ സബ്സ്റ്റൻസസ് ഓർ ക്വാളിറ്റി ഡിമാൻഡഡ്,
അതായത് ചില ക്വാളിറ്റി ചില ഫുഡിന് പറഞ്ഞിട്ടുണ്ടാവും. ആ ക്വാളിറ്റി നൽകാൻ ഒരാള് സെൽ ചെയ്യണ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നതാണ്. അത് ലയബിലിറ്റി ആർക്കാണ് ഇതിന്റെ ഫുഡ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫുഡല്ല നൽകിയിട്ടുള്ളത് എങ്കിൽ അതിന്റെ ശിക്ഷ ലഭിക്കുന്നത് അത് വിൽക്കുന്ന ആൾക്കാണ്, സെല്ലർക്കാണ് അതിന്റെ ലയബിലിറ്റി ഉള്ളത്. പിന്നെ അതിന്റെ പെനാൽറ്റി പറയുന്നത് 5 ലക്ഷം രൂപയാണ്, 5 lakh rupees. പിന്നെ ഇംപ്രിസൺമെന്റും വേറെ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ഇനി ഒരു നോട്ടായിട്ട് പറയുന്നത് പെനാൽറ്റി ഇൻ കേസ് ഓഫ് പെറ്റി ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഫോർ നോൺ കംപ്ലയൻസ് അണ്ടർ സെക്ഷൻ 50 ഷോൾ നോട്ട് എക്സീഡ് 25,000 rupees. ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി സെക്ഷൻ 51 പറയുന്നത് സബ്സ്റ്റാൻഡേർഡ് ഫുഡിനെ കുറിച്ചിട്ട്. അത് കൊടുക്കണോണ്ടുള്ള ഒഫൻസസ് സബ്സ്റ്റാൻഡേർഡ് ഫുഡ്. അതിന്റെ ലയബിലിറ്റി ആർക്കൊക്കെ വരുന്നത്? മാനുഫാക്ചർ, സെല്ലർ, ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റോറേജ് ആൻഡ് ഇമ്പോർട്ടർ. ഇതിന്റെ പെനാൽറ്റി പറയുന്നത് 5 ലക്ഷം രൂപ തന്നെയാണ്. സെക്ഷൻ 52 മിസ് ബ്രാൻഡഡ് ഫുഡ്. അതിന്റെ ലയബിലിറ്റി വരുന്നത് മാനുഫാക്ചർ, സെല്ലർ, ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റോറേജ് ആൻഡ് ഇമ്പോർട്ടർ. ഇവർക്ക് തന്നെയാണ് മിസ് ബ്രാൻഡഡ് ഫുഡ് കൊടുത്താലുള്ള ശിക്ഷ ലഭിക്കുന്നത്. ഇതിന്റെ പെനാൽറ്റി പറയുന്നത് 3 ലക്ഷം രൂപയാണ്. പിന്നെ അതിൽ പറയുന്ന വേറൊരു കാര്യമാണ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ മേ ഇഷ്യൂ എ direction to the person found guilty for taking corrective action to rectify the mistake or such article of food shall be destroyed. അതായത് ഇങ്ങനെ ഒരു മിസ് ബ്രാൻഡഡ് ഫുഡ് വിൽക്കുന്നുണ്ട് എന്ന് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ അറിഞ്ഞാൽ അയാൾ ഇത് കറക്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അയാള് ഈ മിസ് ബ്രാൻഡഡ് ഫുഡിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള നടപടികൾ രണ്ടിലേതെങ്കിലും ഒന്നെങ്കിൽ ആ കാര്യം കറക്റ്റ് ചെയ്തിട്ട് മിസ് ബ്രാൻഡഡ് അല്ലാതെ അയാള് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഡിസ്ട്രോയ് ചെയ്യണം. സെക്ഷൻ 53 പറയുന്നത് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ഓർ ലയബിൾ. 53 പറയുന്നത് അതിലുള്ള ലയബിലിറ്റി ആർക്കൊക്കെ? പേഴ്സൺ ഹൂ പബ്ലിഷസ് ഓർ ഈസ് എ പാർട്ടി ടു ദി പബ്ലിക്കേഷൻ ഓഫ് ആൻ അഡ്വർടൈസ്മെന്റ്. ഇവർക്കാണ് ഇതിന്റെ പെനാൽറ്റി ഉള്ളത്. അതായത് പബ്ലിഷ് ചെയ്യുന്ന ആൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിന്റെ പാർട്ടിക്കോ ഒക്കെയാണ് ഇതിന്റെ ഒരു പെനാൽറ്റി ലഭിക്കുന്നത്. ഇതിന്റെ പെനാൽറ്റി എത്രയാണെന്ന് വെച്ചാൽ 10 lakh rupees ആണ് ഇതിന് പെനാൽറ്റി ആയിട്ട് ലഭിക്കുന്നത്. സെക്ഷൻ 54 ഫുഡ് കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ. ഇതിന്റെ ലയബിലിറ്റി ആർക്കാണ്? മാനുഫാക്ചർ, സെല്ലർ, ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റോറേജ് ആൻഡ് ഇമ്പോർട്ടർ. ഇതിനും പെനാൽറ്റി എത്രയാണ്? 1 lakh rupees ആണ് വരുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 55 ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് ദി ഡയറക്ഷൻ ഓഫ് FSO. അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നിർദ്ദേശങ്ങളൊന്നും ഒരാൾ പാലിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കൊക്കെയാണ്? ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആൻഡ് ഇമ്പോർട്ടർ. ഇവരാണ് ഇതിന് ലയബിൾ ആയിട്ടുള്ളത്. ഇവര് പെനാൽറ്റി എത്ര അടക്കേണ്ടത്? 2 lakh rupees. ഇനി സെക്ഷൻ 56 അൺഹൈജീനിക് ഓർ അൺസാനിറ്ററി പ്രോസസ്സിംഗ് ഓർ മാനുഫാക്ചറിംഗ് ഓഫ് ഫുഡ്. അതായത് വൃത്തിഹീനമായിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗോ മാനുഫാക്ചറിംഗോ നടത്തിയാൽ ഇതിന്റെ ലയബിലിറ്റി ആർക്കാണ്? മാനുഫാക്ചർ, പ്രോസസർ. ഇവർക്കാണ് അതിന്റെ ലയബിലിറ്റി. ആൻഡ് പെനാൽറ്റി 1 lakh rupees. സെക്ഷൻ 57 പൊസസിംഗ് അഡൾട്രന്റ്. ഇതിന്റെ ലയബിലിറ്റി ഉള്ളതും മാനുഫാക്ചർ, സെല്ലർ, ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റോറേജ് ആൻഡ് ഇമ്പോർട്ടർ. ഇതില് അഡൾട്രൻ ഈസ് നോട്ട് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ മാത്രമേ പിഴയുള്ളൂ. അഡൾട്രൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ. അതായത് ഇഞ്ചറി ഇല്ല എന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയും ഇഞ്ചറി ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപയും പിഴ ലഭിക്കുന്നുണ്ട്. ഇനി 58 പറയുന്നത് കോൺട്രവെൻഷൻസ് ഫോർ വിച്ച് നോ സ്പെസിഫിക് പെനാൽറ്റി ഈസ് പ്രൊവൈഡഡ്. അതായത് ഇത് പറയാത്ത വേറെ കാര്യങ്ങളാണെങ്കിൽ എനി പേഴ്സൺസിന് കിട്ടുന്നുണ്ട് 2 lakh rupees ആണ് പിഴയായിട്ട് ലഭിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത വേറെ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനമാണ് നടത്തിയിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഉള്ള ശിക്ഷയാണ് ഈ സെക്ഷൻ 58 പറയുന്നത്. ഏതൊരു പേഴ്സണും അതിന് ലയബിൾ ആണ്. 2 ലക്ഷം രൂപയാണ് അതിന്റെ പിഴയായിട്ട് പറയുന്നത്. സെക്ഷൻ 59 പണിഷ്മെന്റ് ഫോർ അൺസേഫ് ഫുഡ്. ഇതിന്റെ ലയബിലിറ്റി വരുന്നത് മാനുഫാക്ചർ, സെല്ലർ, ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റോറേജ് ആൻഡ് ഇമ്പോർട്ടർ. ഇതിന്റെ പണിഷ്മെന്റ് പറയുന്നത് നോ ഇഞ്ചറി ആണെന്നുണ്ടെങ്കിൽ, അതായത് അൺസേഫ് ഫുഡ് കഴിച്ചിട്ടും ഒരു ഇഞ്ചറിയും ഇല്ല എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ പിഴ. നോൺ ഗ്രീവിയസ് ഇഞ്ചറി,
ഇഞ്ചുറി ഉണ്ട് പക്ഷെ അത്ര ഗ്രീവിയസ് അല്ല എന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ. പിന്നെ ഗ്രീവിയസ് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയാണ് പിഴ പറയുന്നത്. നോൺ ഇഞ്ചറിക്ക് ഇനിയിപ്പോ ഇഞ്ചറി ഇല്ല എന്നുണ്ടെങ്കിൽ 6 മന്ത് ആണ് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് തടവാണ് കേട്ടോ. ഇഞ്ചറി ഇല്ല എന്നുണ്ടെങ്കിൽ 6 മന്ത് തടവ്. നോൺ ഗ്രീവിയസ് ഇഞ്ചറി ആണെങ്കിൽ 1 ഇയർ ആണ് തടവ് ലഭിക്കുന്നത്. ഗ്രീവിയസ് ഇഞ്ചറിക്ക് 6 വർഷം തടവ് ലഭിക്കും. അപ്പോ ഒരു ഇഞ്ചറി ഇല്ലാത്ത കേസിൽ 1 ലക്ഷം രൂപയും 6 മാസം തടവും, ഒരു സിവിയർ അല്ലാത്തൊരു ഇഞ്ചറി ആണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപയും 1 വർഷം തടവും. ഇനി ഗ്രീവിയസ് ഇഞ്ചറി ആണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയും 6 വർഷം തടവും ലഭിക്കുന്നു. ഇനി സെക്ഷൻ 60 പണിഷ്മെന്റ് ഫോർ ഇന്റർഫിയറിംഗ് വിത്ത് സീസ്ഡ് ഐറ്റംസ്. അതായത് സീസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആർട്ടിക്കിൾസ് വീണ്ടും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് ആണ് പറയുന്നത്. എനി പേഴ്സൺ ഇതിന് ലയബിൾ ആണ്. 2 ലക്ഷം രൂപയും 6 മാസം തടവുമാണ് ഇതിന്റെ ശിക്ഷയായിട്ട് പറയുന്നത്. സെക്ഷൻ 61 മുതലുള്ള ഒരു പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഈ പോർഷൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ ഒരു കോഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മെമ്മറി ട്രിക്സ് ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക്